നല്ല ക്രിസ്പി പൊട്ടാറ്റോ ബോൾസ് ഉണ്ടാക്കിയാലോ? ഞാനിവിടെ 4 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് ക്ലീൻ ചെയ്ത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടാറ്റോൻ്റെ ഒരു 1/4 ഭാഗം വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒരു 4 വിസിലിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. എനിക്കൊരു 4 വിസിലിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിസിലും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ വെന്ത പൊട്ടാറ്റോ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടൊന്ന് ആറി കഴിയുമ്പോൾ നമുക്കതിൻ്റെ തൊലിയൊക്കെ കളയാം. പിന്നീട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. തണുത്തതിന് ശേഷമാണ് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ്, എരിവിന് ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സ് ഓപ്ഷണലാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ എന്തെങ്കിലും ഒരു സീസണിങ്, ഞാനിപ്പോൾ ഒറിഗാനോ എടുത്തേക്കുന്നത്. പിസ്സ സീസണിങ് ആയാലും കുഴപ്പമില്ല. ഞാനൊരു 4.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ കൈകൊണ്ട് തന്നെ കുഴച്ചെടുത്താൽ മതി. ലാസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനൊരു അല്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കയ്യിൽ ഒരു അല്പം എണ്ണ തടവിയിട്ട് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ബോൾസ് ആക്കി എടുക്കണം എന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് മാറ്റാം. ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തൊരു പാത്രത്തിലേക്ക് ഈ ചെറിയ ബോൾസ് നമുക്ക് മാറ്റി കൊടുക്കാം. ബോൾസ് ആക്കി മാറ്റിയതിന് ശേഷം ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം എണ്ണ ചൂടാക്കി ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഓയിൽ ഒഴിക്കണം എന്നില്ല, എന്നാലും അതിൻ്റെ ഒരു പകുതിയോളം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ വലിയ പാനാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇതെനിക്ക് ഒറ്റ ബാച്ചിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റി. തിരിച്ചു മറിച്ചുവിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടാറ്റോ ബോൾസ് റെഡിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ചീസും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചീസ് പൊട്ടാറ്റോ ബോൾസ് നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സെർവ് ചെയ്തിരിക്കുന്ന ഒരല്പം കെച്ചപ്പും മയവും കൂടെ മിക്സ് ചെയ്തതിൻ്റെ ഡിപ്പിലാണ്. സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ പൊട്ടാറ്റോ സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.